വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. പടക്കളം മൂവി കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കാം. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ മനു സ്വരാജാണ്. അതേപോലെ കഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹവും പിന്നെ അതേപോലെ നിതിൻ സി ബാബുവും ചേർന്നാണ്. അപ്പോൾ ഈ ഒരു കഥ ഒരു മാന്ത്രിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയായിരുന്നു, ഇതിലെ പോരായ്മകൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നിയതെന്ന് ഞാൻ ആദ്യം പറയാം. ഒരു ത്രില്ലിങ് കുറഞ്ഞ, സീരിയസ് കുറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. അതിന് ശേഷം സിനിമ എങ്ങനെയായിരുന്നു പറയാം. അപ്പോൾ ഈ സിനിമയെ കാണിക്കുന്ന മാന്ത്രിക സംഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തെ തന്നെ കീഴടക്കാം. അങ്ങനത്തെ കഥ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥയല്ല. വളരെ അപകടകരമായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിലെ കഥ. അപ്പോൾ നല്ല ത്രില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതും അപകടകരമായ രീതിയിലാണ് കഥ പോകുന്നതെങ്കിലും അത്രയ്ക്കൊരു സീരിയസ്നെസ് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിൽ ആ ഒരു മാന്ത്രിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിസാര കാര്യങ്ങളെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു സീരിയസ്നെസ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മർഡറൊക്കെ ഭയങ്കരമായി സംഭവിക്കുകയാണ്. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കുറച്ചുകൂടി ഒരു സീരിയസ്നെസ് തോന്നും. ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ ആ ഒരു നല്ലൊരു മാറ്റർ നല്ല മാറ്ററാണ്. പക്ഷെ അത് വേണ്ട വിധം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ കാഴ്ചപ്പാടിൽ. പിന്നെ ഇതിൽ ഇടവേളയ്ക്ക് ശേഷം ഓരോ കഥാപാത്രങ്ങളും ആര് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതങ്ങനെയാണ്. കാരണം ഡയലോഗ് ഡെലിവറിയൊക്കെ വളരെ സ്പീഡിലാണ്. അപ്പോൾ ക്യാരക്ടറുകളൊക്കെ ഇതിൽ ഇടവേളയ്ക്ക് ശേഷം മാറി മറിഞ്ഞാണ് വരുന്നത്. അതെന്താണെന്ന് സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് ഏത് കഥാപാത്രം ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു സാധാരണക്കാരൻ പോയി കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് തന്നെ മനസ്സിലാകാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും ഈ സിനിമ 2 തവണ കണ്ടാലേ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിതിൽ മൈനസ് വശങ്ങളായിട്ട് തോന്നിയത്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഇടവേള വരെ ഷറഫുദ്ദീൻ മിന്നിയിട്ടുണ്ട്. കക്ഷിക്ക് നല്ല സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇടവേളയ്ക്ക് ശേഷം കക്ഷി വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. അതും കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് പ്രദീപ് എന്നൊരു പയ്യൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കക്ഷി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇടവേള വരെ കക്ഷി വളരെ ഒരു പാവത്താനെ പോലെയുള്ള ഒരു റോൾ, ഒരു പ്രത്യേക റോളാണ്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം ആളൊരു ഭീകരനെ പോലെയുള്ള ഒരു റോളാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സൈക്കോ പോലത്തെ ഒരു റോളാണ്. അത് കക്ഷി നന്നായിട്ട് 2 റോള് നന്നായിട്ട് സന്ദീപ് പ്രദീപ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഷറഫുദ്ദീൻ്റെ കാര്യം അങ്ങനെ തന്നെ. പക്ഷേ സുരാജിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അത്രത്തോളം മിന്നാൻ പറ്റിയ രീതിയിലുള്ള ഒരു ക്യാരക്ടർ അല്ല. അപ്പോൾ അതൊരു 8-10 പോണത്. കാരണം ആ കഥാപാത്രം അങ്ങനെയാണ്. പക്ഷേ സുരാജ് ആദ്യം മുതൽ അവസാനം വരെ കാര്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കഥാപാത്രം കൊണ്ട്, ആ കഥയിലെ ആ ഒരു അവസ്ഥ കൊണ്ട് വലിയ മിന്നുന്നതായിട്ട് തോന്നിയില്ല. പക്ഷേ ബാക്കി 2 പേരും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അഭിനയിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് ഷറഫുദ്ദീനും അതേപോലെ സന്ദീപ് പ്രദീപും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥ വളരെ ഒരു സീരിയസ് ആയിട്ട് പോകുന്നില്ല. ഒരു ത്രില്ലിങ്, വല്ലാത്ത ത്രില്ലിങ് ഉണ്ട്, പക്ഷെ വല്ലാത്ത ത്രില്ലിങ് തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആ സവാല ഡമാല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ സോങ് നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ കുറച്ച് കോമഡി ഉണ്ട് കേട്ടോ. ഫുൾ കോമഡി സിനിമയല്ല. കോമഡി ഇവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കോമഡിക്കും ചിരി വരുന്നില്ല, എന്നാലും കോമഡി ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. ആവറേജിൻ്റെ കുറച്ച് താഴെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരു സിനിമയാണ് പടക്കളം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും എനിക്കിത് വളരെ നല്ല സംഭവമാണെന്ന് തോന്നിയിട്ടില്ല. കണ്ടിരുന്നു, കുറച്ചൊക്കെ ചിരിച്ചു, കുറച്ചൊക്കെ ത്രില്ലിങ് തോന്നി, അത്ര തന്നെ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.